എന്ത് കണ്ടിട്ടാണ് നീ നമുക്ക് പോവാം സാർ. പ്ലീസ്. ഏട്ടന്റെ നോവൽ ഞാൻ വായിച്ചിരുന്നല്ലോ. ഏതായിരുന്നു അത് ഇതാണ് എന്റെ വഴി. ഓക്കെ. ഇനിയിപ്പോ പുതിയൊരു നോവലിന്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോ. അതെ, ഇനിയും പുതിയൊരു ജന്മം. എന്റെ അച്ഛനെ കാണണ്ടേ? ഇതാണ് എന്റെ അച്ഛൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ സംഭവിച്ചത്? എന്റെ അമ്മയെ തല്ലിക്കൊല്ലുന്ന കണ്ടിട്ട് സമനില തെറ്റിപ്പോയതാ. ആര്? എന്റെ അമ്മാവന്മാര്. സാരല്ല, വാ നടക്ക്. ഗംഗേ, നിന്റെ മനസ്സ് ഈ ഗംഗാ നദി പോലെ പരിശുദ്ധമാണ് എന്നെന്റെ മനസ്സ് പറയുന്നു. നിന്റെ കഥ കേട്ടപ്പോ ജീവിതത്തിൽ നീ ആരൊക്കെയാണെന്നൊരു തോന്നൽ എനിക്ക്. എന്തൊക്കെയാണെന്നൊരു നിനക്കും തോന്നുന്നു. ദേവി ഗംഗ, അവിടുത്തെ നാമമുള്ള എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഗംഗ എന്ന പെൺകുട്ടിയുടെ രോഗം നീ മാറ്റിക്കൊടുക്കണേ ദേവി. അവിടുത്തെ അനുഗ്രഹം ഞങ്ങളിൽ ചൊരിയണേ ദേവി. ഞങ്ങളെ അനുഗ്രഹിക്കണേ ദേവി. അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇന്ന് അവന് ശരിയാക്കിയിട്ട് കാര്യം. കുറെ അതിന് അവൻ അവളെ വൈത്താൻ നടക്കുന്നു. അവനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ആ തീർത്ത് തരാട്ടെ എന്ന് അവനാ കവിയെന്ന അഹങ്കാരം തരാൻ ഞാൻ തീർത്ത് കൊടുക്കാം. എന്താണ് നോക്കിക്കേ? ചവിട്ടി കൊല്ലട അവനെ, തല്ലി കൊല്ലട നായിന്റെ മോനെ. ഓനൊരു കവി. നിനക്ക് അറിയാമോടാ? പറഞ്ഞു കൊടുക്കട്ടോ. എന്താ നിനക്ക് അറിയണല്ലടാ? നായിന്റെ മോനെ തല്ലിക്കൊല്ലടാ പന്നീനെ. എന്താ കാരണം? എന്തിനാ എന്നെ തല്ലിക്കൊല്ലുന്നത്? എടാ, ഞങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ കൊറേ ഗംഗന്റെ പിന്നാലെ നടക്കുന്നത്. ഓഹോ, പിന്നെ ഒരു കവി ഈ നദിയിൽ ചവിട്ടി താത്തന്റെയാണ്. നിങ്ങളാണല്ലേ ആ അമ്മാവന്മാര് അല്ലേ? തടിമാടന്മാര്, അമ്മാവന്മാര്. എന്താണ് എനിക്ക് സംശയം? നിങ്ങളൊക്കെ അമ്മാവന്മാരാണോ? ആ കുട്ടീനെ കഷ്ടപ്പെടുത്തിയത് പോരാഞ്ഞിട്ട് അമ്മാവന്മാരാന്ന് പറഞ്ഞ് നടക്കുന്നത്. ആ കുട്ടീന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആ കുട്ടീന്റെ വിഷമം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ കുട്ടീന്റെ അവസ്ഥ, ആ കുട്ടീന്റെ പ്രശ്നം, ആ കുട്ടീന്റെ പ്രയാസം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? അമ്മാവന്മാരാന്ന് പറഞ്ഞ് നടക്കുന്നു. ആ കുട്ടിയെ പരിചയപ്പെട്ട അന്നു മുതൽ ഞാൻ ആ കുട്ടീന്റെ വിഷമം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ട്. ആ കുട്ടി എന്റെ എല്ലാമാണ്, എല്ലാം. നിങ്ങൾക്ക് അവളെ പറ്റി ഒന്നും അറിയില്ല, ഒന്നും. ഞാൻ അവളെ പിന്നാലെ നടന്നു പറഞ്ഞ് നിങ്ങളെ എന്നെ തല്ലിക്കൊല്ലാൻ വന്നല്ലോ.
എന്തിനാ ഞാൻ അവളെ പിന്നാലെ നടക്കുന്നത്? ഒരച്ഛന്റെ സ്നേഹം ആ കുട്ടി എന്നിൽ നിന്ന് ആഗ്രഹിച്ചത് തെറ്റാണോ? പറയാ നിങ്ങള്. ഒരച്ഛന്റെ സ്നേഹം കൊടുത്തത് തെറ്റാണോ? പറയാ നിങ്ങള്. ആ കുട്ടിക്ക് ഒരു രോഗമുണ്ട്, അറിയാമോ? എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? അത് എന്ത് രോഗം? എന്ത് രോഗം? മരണത്തോട് മല്ലടിച്ചെടുക്കുന്ന ഒരു രോഗം. RCCയില്, തിരുവനന്തപുരം RCCയിൽ വെച്ചിട്ടാണ് ഞാൻ അവളെ പരിചയപ്പെടുന്നത്. നമ്മളെ ഗംഗനെ പറ്റിയാണോ നീ പറയുന്നത്? ആ ഗംഗ തന്നെയാണ് എന്റെ മകളായ ഗംഗ. ഞാൻ മകളെ പോലെ സ്നേഹിക്കുന്ന ആ ഗംഗ. പറ്റുമെങ്കിൽ എല്ലാരും കൂടെ അവളെ ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്ക്. കഴിയാ നിങ്ങൾക്ക്? സത്യമാണോ നിങ്ങൾ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടെ അവളെ രക്ഷപ്പെടുത്താം. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് അത് തിരുത്തണം. അതിനുള്ളൊരു അവസരമാണിത്. അതാ വേണ്ടത്. നിങ്ങളെ മനസ്സ്. നമുക്കെല്ലാവർക്കും കൂടെ അവളെ ജീവൻ രക്ഷപ്പെടുത്താം. തെറ്റുകൾ ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങൾ ക്ഷമിക്കണം. എല്ലാവർക്കും കൂടെ അവളെ സന്തോഷിപ്പിക്കാം, അവളെ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും വേണം. ഞങ്ങൾ കൂടെ ഉണ്ടാവണം. ഞാനുണ്ടാവും, എന്നും എപ്പോഴും.